അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇടനാടൻ ബ്ലോഗ്. ഇന്ന് നമ്മൾ കുട്ടിമാരുടെ മക്കൾ, നമ്മളെ മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പാങ്ങോടുള്ള സ്പോർട്ടി പാർക്കിലാണുള്ളത്. അപ്പോൾ ശനിയാഴ്ച രാത്രി വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ പോകാനായിട്ട് പ്ലാനിട്ടു. നമ്മുടെ ഷാജി കാക്കയാണ് അവിടെ മെമ്പർ ആയിട്ടുള്ള ബോർഡൊക്കെ ഇരിക്കുന്നു. ഷാജി കാക്കയെ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. എന്തായാലും നമ്മളവിടെ എത്തി. രാത്രി ഏകദേശം 8-8:30 മണിക്കാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ പോയി. നമ്മുടെ സുഹൃത്ത് അൻസാരിയുടെ അവിടുത്തെ കല്യാണം, റേഷൻ കട മുക്കിലുള്ള കല്യാണം, ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ മക്കളെയൊക്കെ ഒന്ന് ഇതാക്കുക, ഒന്ന് ഡാൻസ് കളിപ്പിക്കുക. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൻ ആദ്യക്കുട്ടനുണ്ട്, എൻ്റെ 3 മക്കളുണ്ട്, കുട്ടിമാടെ മോൻ സജീർ കാക്കയുണ്ട്, അവരുടെ ഫാമിലി 3 മക്കൾ, അതുപോലെ നജീം കുട്ടിമാടെ മോൻ, അവൻ്റെ വൈഫ്, അവൻ്റെ 2 മക്കൾ എല്ലാവരും അവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കല്യാണം ഇതൊക്കെ തലേന്നത്തെ ഫങ്ഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും മക്കളും എല്ലാവരും അവിടെ എത്തിയത്. അപ്പോൾ നമ്മളവിടെ എത്തി, പാർക്കിൽ വണ്ടി സ്റ്റേ ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല പാട്ടിട്ട് കൊടുത്ത് കൊച്ചുങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. അപ്പോൾ വേറെയും കുട്ടികളൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർക്ക് പാങ്ങോടാണ്. ഇവിടെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യുക, അവിടെ തന്നെ നല്ല കുഴിമന്തി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ഫുഡ് കഴിക്കുക, മക്കളൊക്കെ ആയിട്ട് ടൈം പാസിനൊക്കെ എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ആരും മിസ് ചെയ്യരുത്. എപ്പോഴെങ്കിലൊക്കെ വന്ന് ഈ പാർക്കിൽ വന്ന് മക്കളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നാൽ കളിക്കാനുള്ള, സോപ്പും പതയെ കളിക്കുന്നത്, ക്രിക്കറ്റ് എല്ലാം കളിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യാൻ നമുക്ക് കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ടൈം പാസിന് കിട്ടുന്ന സ്ഥലമാണ് സ്പോർട്ടി പാർക്ക്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ഓക്കെ. അങ്ങനെ ഞാനും കാക്കായും നല്ല ഒരു ഓടുന്ന സാധനം ഉണ്ടായിരുന്നു, സ്പോർട്സിൻ്റെ സൈസ്. അതിൽ കയറി കുറച്ച് നേരം അതിൽ കുറച്ച് നല്ല ടൈം പാസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ശരീരമൊക്കെ ഫുള്ളായിട്ട് അനങ്ങും ഇതിൽ കയറിയ. ഓടുന്നത് പോലെയുള്ള സൈക്കിളേ ഉണ്ടെന്താ ഫീലൊക്കെ കിട്ടും. കുറച്ച് നേരം ചവിട്ടിയപ്പോൾ ഞാൻ ക്ഷീണിച്ചു ഉള്ളത് പറയാമല്ലോ. വാവ്! നജീം അടുത്ത അനിയനും ചേട്ടനും കൂടെ, കാക്കയും സജീറാക്കായും നജീമും കൂടെ കയറി. ഒരു രക്ഷയിലും മക്കളെ ഇവർ 2 പേരും കൂടെ കാക്ക ഫോൺ വിളിച്ച് സംസാരിച്ചെങ്കിലും നജീം തകർത്ത് കാക്കായെ വിട്ടില്ല. അങ്ങനെ കാക്കായും ഒരുവിധമൊക്കെ പിടിച്ചു നിന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി അടുത്ത ക്രിക്കറ്റിലേക്ക് ചെന്നു. പൊന്നു മക്കളെ, ക്രിക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കളിച്ച് തളർന്ന് കളഞ്ഞ സാധനമാണ്. പക്ഷേ ഇവിടെ കാക്ക പറയണ വൈഡായില്ലെന്നാണ്. വൈഡ് എറിഞ്ഞിട്ട് എൻ്റെ പുറത്തു കൂടെ വന്നിട്ട് പറയണ അത് വൈഡല്ല. അങ്ങനെ പിന്നെ തർക്കം തീർക്കാനായിട്ട് നജീം കീപ്പറായിട്ട് കയറി നിന്നു. എന്തായാലും തർക്കങ്ങളൊക്കെ തീർത്ത് അതിജ്വലമായ ബാറ്റിംഗ് ആയിരുന്നു. അവിടെയൊക്കെ മൊത്തം അടിച്ച് തകർത്ത്. എന്തായാലും വാവ്! ക്യാച്ച് കിട്ടിയില്ല. എന്തായാലും സംഭവം സൂപ്പറാക്കി. അപ്പോൾ നമ്മുടെ എല്ലാവരും ഒരറ്റത്ത് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോളുണ്ട്. അപ്പോൾ എന്തൊരു വേണോ നമ്മൾ ഗ്രൗണ്ട് ഇതായിട്ട് എടുത്തതാണ്. 350 രൂപയാണ് 1 മണിക്കൂറിന്. നമ്മൾ 350 രൂപ എടുത്ത് 1 മണിക്കൂർ എടുത്ത്. അപ്പം നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവർക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാം. അതിനുള്ള പേസ് ഉണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ക്രിക്കറ്റ് കളിക്കാം. പക്ഷേ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ബോൾ നല്ല വെയിറ്റുള്ള ബോളാണ്. അപ്പോൾ അടിച്ച് ആരെങ്കിലും പുറത്ത് കൊണ്ടാൽ നോവും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഉള്ള സ്ഥലത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളും എല്ലാവരും അവർ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ക്രിക്കറ്റ് കളിച്ചു. നല്ല കാക്ക നന്നായിട്ട് കളിക്കും. അവർ ദുബൈയിലൊക്കെ അവിടെ നജീമും അവരൊക്കെ കളിക്കാനും ഇതിനും പോകുന്നുണ്ട്. ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം. അപ്പോൾ എന്തായാലും
നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് കുറച്ച് സമയമാണെങ്കിലും, കുറച്ച് സമയമല്ല, നമ്മൾ ഏകദേശം 11:30 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയത്. അതുവരെ നമ്മൾ എന്തിനാ പറയുക, കൊച്ചുങ്ങളെ പോലെ ത്രിപൂല നമ്മൾ കറങ്ങി എല്ലാവരും കൂടെ ഇരുന്ന്. അവിടെ അവരാരും കാണാത്ത നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചിറങ്ങിയാണ് മുതുക്കന്മാരെ, മുതുക്ക് കൂത്തെന്നും പറഞ്ഞ്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാവരും കൂടെ കയറിയിരുന്ന ഒരു കറക്കമൊക്കെ കറങ്ങി നല്ല രീതിയിൽ. എന്താ പറയുക, നല്ല ഒരിക്കലും മറക്കാൻ, ഇതിങ്ങനെയൊക്കെയുള്ള ഇതെന്ന് പറയാൻ, മക്കളെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയുള്ള ടൈം പാസുകൾ പോയി ഒരിക്കലും മറക്കില്ല. അങ്ങനെ സ്പോട്ട് പാർക്കിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള കുഴിമന്തി ഇങ്ങനെയൊക്കെയുള്ള അവരുടെ തന്നെ ഇതിലാണ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളവിടെ കയറി. അപ്പോൾ അവിടെ വന്നതിപ്പോൾ 11:30 മണിയൊക്കെ ആയി. അവർ മന്തിയൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുക. പിന്നെ എന്നാലും ഒരു മന്തി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളൊക്കെ വളരെ ക്ഷീണിച്ചു. അപ്പോൾ അവർക്ക് മന്തി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മന്തി സെറ്റ് ചെയ്തു അവർ കൊണ്ടുവന്നു. റൈസൊക്കെ കുറച്ചധികം ഇട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ, കുട്ടികളെല്ലാവരും കൂടെ 10-14 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാക്കായും കൂടെ മാക്സിമം ഒക്കുന്ന രീതിയിൽ 2 സ്പൂണൊക്കെ വെച്ച്. എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഉള്ള ഫുഡും നല്ല ഇതായിരുന്നു. നമ്മുടെ ഷാജി കാക്ക, പാങ്ങോട് ഷാജി കാക്ക, എൻ്റെ മോലാളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ ഫുഡ് കഴിക്കാൻ ഇരുന്ന സമയത്താണ് നമ്മളവിടെ എത്തിയത്. എന്തായാലും അവർ ഫുഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ സർവ് ചെയ്ത് തന്നു. കാരണം അവിടെ ഉള്ള സാധനമൊക്കെ അവർ റെഡിയാക്കി സെറ്റാക്കി വീണ്ടും നമുക്ക് ഷവായി, അൽഫാം ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ ഐറ്റങ്ങളും, ബറോട്ട, ചൂട് ബറോട്ട, വെജിറ്റബിൾ കറി എന്ന് വേണ്ട ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. വളരെ കുറച്ച് റേറ്റേ ആയുള്ളൂ. നമ്മൾ വിചാരിച്ചതുപോലുള്ള ഒരുപാട് റേറ്റും ആയില്ല. ഫുഡും മന്തിയും കാര്യങ്ങളും ഇത്രയും 10-14 പേര് കഴിച്ചിട്ടൊക്കെ നല്ല അത്യാവശ്യം എമൗണ്ടൊക്കെ കുറച്ചേ ആയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും, കാക്കയാണ് സർവ് ചെയ്തത് മന്തിയൊക്കെ. നമുക്ക് ലാസ്റ്റിൽ കുറച്ച് എല്ലാവർക്കും 2 സ്പൂൺ വീതമൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ചൂട് ബറോട്ട കൊണ്ടുവന്നു. അപ്പോൾ അത് ബറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അൽഫാം വാങ്ങി, അത് കഴിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. മന്തികളൊക്കെ മക്കളൊക്കെ കഴിച്ചിട്ട് പറഞ്ഞ വാവ് സൂപ്പർ എന്നാണ് പറയാൻ. എന്തായാലും കൊള്ളാം, സാധനം സെറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ചങ്ക് ഷാജിക്കാക്ക അവിടെ വന്നു. ഷാജിക്കാക്ക ചെറിയ രീതിയിൽ ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ വന്നത്. അങ്ങനെ വന്ന് എൻ്റെ കുട്ടിമാടെ മക്കളെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ഷാജിക്കാക്ക എനിക്ക് 2 മക്കളെ ഉള്ളെന്നാണ് കരുതിയത്. ഞാൻ പറഞ്ഞു എനിക്ക് 3 മക്കളാണ്. ഷാജിക്കാക്ക അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ പാമ്പ് പിടുത്തവും ഷാജിക്കാക്കയൊക്കെ എല്ലാവരും ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെയും നല്ല വീഡിയോ മാക്സിമം കഴിയുന്ന രീതിയിലുള്ള നല്ല വീഡിയോസ് എല്ലാവരും ഇനിയും തുടർന്നുള്ള സപ്പോർട്ടും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നമ്മൾ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.